ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 4 ഇൻ മലേഷ്യ. ഇന്നാണ് നമ്മുടെ മലേഷ്യയിലത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ. ഇന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാം കേട്ടോ. ഈ 4 ദിവസം ഇങ്ങനെ ഷടപടയെ പറഞ്ഞ പോലെ പോയിന്. ഇനി ഇത് നോ കമ്മിങ് ബാക്ക്. നമ്മളിന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഭാജി ആയിരുന്നു കഴിച്ചത്. നല്ല ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അവർ ഡയറക്റ്റ്ലി റൂമിലേക്ക് ഡെലിവറി ആട്ടോ ചെയ്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഫ്രഷായി എല്ലാ ലഗേജസും പാക്ക് ചെയ്തിട്ട് എല്ലാം കൂടി കൂട്ടി കെട്ടി പൂട്ടിയിട്ട് വി ആർ ഗോയിങ് ടു ലോബി ഫോർ വെക്കേറ്റിംഗ് ഫ്രം ദിസ് ഹോട്ടൽ. ഇനി നമ്മൾ എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ്ലി എയർപോർട്ടിലേക്ക് പോകാട്ടോ ചെയ്യുക. ദ ചെക്ക് ഔട്ട് പ്രോസസ് എവറിത്തിങ് വാസ് ലൈക്ക് വെരി സ്മൂത്ത്. പിന്നെ പോകാൻ നേരം അവർ നമുക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞിമിഠായും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ മലേഷ്യയിൽ വന്നിട്ട് നല്ല അടിപൊളി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നേരെ വരേണ്ട സ്ഥലമാണ് ചൈന ടൗൺ. ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. ലോകത്തുള്ള ഒട്ടുമിക്ക ഹൈ എൻഡ് ബ്രാൻഡ്സിന്റെയും ഡ്യൂപ്പ് ഇവിടെ അവൈലബിൾ ആണ്. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്താ മേടിക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അതേ കാണുന്ന കുഞ്ഞു കുഞ്ഞു കിച്ചൻസിനൊക്കെ എല്ലാത്തിനും 1 റിംഗിറ്റൊക്കെ ഉള്ളൂ. ഏട്ടന് ഇതിന്റെ CR7 വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലായിടത്തും മെസ്സി മാത്രമേ ഉണ്ടായുള്ളൂ. ഇവനാണെങ്കിൽ ഇതുപോലെ എല്ലാ കടയിലും ചെന്നിട്ട് യു ഷുഡ് കീപ് CR7 എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ മൊത്തം മെസ്സി ഫാൻസാ തോന്നുന്നു എനിക്ക്. പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഒരു സൈഡിൽ മൊത്തം മുകളിൽ ചുവന്ന ബലൂൺസും മറ്റേ സൈഡിൽ മൊത്തം മഞ്ഞ ബലൂൺസ് ഒക്കെ ആയിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ കടയിൽ നിന്ന് ഞാൻ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സും ഉണ്ട്, എല്ലാത്തിനും സെക്കൻഡ് കോപ്പി അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല, ഒറിജിനൽ ആണെന്നേ തോന്നുള്ളൂ. നല്ല ലെതർ മെറ്റീരിയൽ ആയിരുന്നു ഞാൻ മേടിച്ച ബാഗിന്റെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഓഫീസിലേക്കൊക്കെ ആ ബാഗാണ് എടുക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കുറെ നടന്നപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. സോ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ടെക്സസ് ചിക്കനിലേക്കാട്ടോ വന്നേക്കുന്നത്. എന്നാൽ കാലത്ത് ചെറുതായിട്ട് മഴയൊക്കെ ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറെ നമുക്ക് എല്ലാവർക്കും ഒരു കാലം കൂടെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ടെക്സസ് ചിക്കൻ്റെ താഴെ ഇതുപോലെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു അങ്കിൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഷൂ പോളിഷ് ചെയ്തു. കാരണം മഴ ആയതുകൊണ്ടേ നല്ല എന്താ പറയുക, ഫുള്ള് ചെളിയായിരുന്നു ഷൂസുമ്പോൾ മൊത്തം. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങളൊരു ഫ്രൈഡ് ചിക്കൻ കോംബോ ആട്ടോ മേടിച്ചത്. ഇതിൽ ഒരു കോംബോയിൽ തന്നെ എനിക്ക് തോന്നുന്നു 4 പീസ് എത്രയോ ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് ലൈക്ക് ടു ഹെവി. അപ്പോൾ നമ്മൾ 2 പീസ് വെച്ചിട്ട് കഴിച്ചിട്ട് ബാക്കിയുള്ള 4 പീസ് ഞങ്ങൾ നേരത്തെ ഷൂ പോളിഷ് ചെയ്ത ചേട്ടനില്ലേ, ആ ചേട്ടന് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ വി വെന്റ് ബാക്ക് ടു ഷോപ്പിംഗ്. വീട്ടിൽ അമ്മയ്ക്കും കണ്ണനൊക്കെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ട നിങ്ങൾ ടാൻ അടിച്ചൊരു പരിവായി ഗൈസ്. കണ്ണനും മാറ്റനും സെയിം ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്വിന്നിങ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നടന്നിട്ട് കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വി ആർ ഗോയിങ് ടു അവർ നെക്സ്റ്റ് സ്പോട്ട് വിച്ച് ഇസ് സെൻട്രൽ മാർക്കറ്റ്. സെൻട്രൽ മാർക്കറ്റിലേക്ക് ഇവിടെ നിന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. അവിടേക്ക് പോണ വഴിയിലാണ് അവിടുത്തെ ഒരു അമ്പലം കണ്ടത്. ഇത് ഏകദേശം നമ്മൾ ബാംഗ്ലൂരൊക്കെ കാണുന്ന അമ്പലങ്ങളില്ലേ, അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തമിഴിയൻ ആൾക്കാരുടെ ടെമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ നടന്നപ്പോൾ നമ്മൾ അടുത്ത അമ്പലം കണ്ടു. ഇത് ഇവിടുത്തെ ചൈനീസ് ആൾക്കാരുടെ അമ്പലം കേട്ടോ. സോ ദിസ് ടെമ്പിൾ ഈസ് നോൺ ആസ് ഗ്വാൻഡി ടെമ്പിൾ. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1887. ഇത് മലേഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചൈനീസ് ടെമ്പിൾ ആട്ടോ. ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരു സിമ്പിൾ ഇല്ല, ഇങ്ങനെ ഫോണുമ്പോൾ 2 ക്രൂസ് വെച്ചിട്ട് ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡിൻ്റെ ആ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുന്നവരും പോകുന്നവരൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ സിമ്പിൾ കണ്ടപ്പോൾ ചെറുതായിട്ട് പേടി, ഇനിയിപ്പോൾ എടുക്കണോ വേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി സെൻട്രൽ മാർക്കറ്റിലേക്ക് പോവാണ്. ഈ പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ കുറേ ചെടിക്കടകളുണ്ട് കേട്ടോ. ഈ ലൈൻ മൊത്തം ചെടികളാണ്, കുറേ ഫ്ലവേഴ്സും പ്ലാന്റ്സ് ഒക്കെ ആയിട്ട്. അങ്ങനെ ഫൈനലി വി ഹാവ് റീച്ച്ഡ് സെൻട്രൽ മാർക്കറ്റ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈബ്രന്റ് ഹബ് ഇൻ മലേഷ്യ. ഭയങ്കര കളർഫുൾ ആട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ് the local Malaysian culture, then definitely you have to come here. ഇവിടെ you can experience the traditional art forms of Malaysia. കുറേ ഹാൻഡ് ക്രാഫ്റ്റുകളും ഗിഫ്റ്റുകളൊക്കെ ഇട്ടുണ്ടോ. പിന്നെ ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഞാനൊരു കരിക്കും ഏട്ടനൊരു ടെൻഡർ കോക്കനട്ട് ഷേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റ്സ് മൊത്തം എക്സ്പ്ലോർ ചെയ്തു. നല്ല രസമാണ് ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടോ. നാട്ടിലേക്ക് കുഞ്ഞു സാധനങ്ങളൊക്കെ ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റുകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എവറിത്തിങ് ഇസ് ലൈക്ക് ക്വൈറ്റ് എക്സ്പെൻസീവ്. അതെനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എപ്പോഴും റിംഗറ്റ് INR-ലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കും ഓരോ സാധനങ്ങളും മേടിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയ പോലെ തോന്നി. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ ചാറാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അത് ഹെവി ആവുന്നേക്കാളും മുമ്പ് നമ്മളെല്ലാവരും വണ്ടിക്ക് പോയിരുന്നു. അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മലേഷ്യയിലത്തെ മഴയും കാണാൻ പറ്റി ഗൈസ്.
അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പോട്ട് വിൽ ബി കവറിങ് ഹിയർ ഇൻ മലേഷ്യ, വിച്ച് ഇസ് പുത്രജയ. നിങ്ങൾ ഏത് മലേഷ്യൻ ടൂർ പാക്കേജ് എടുത്ത് നോക്കിയാലും അതിലെന്തായാലും പുത്രജയ ടൂറിന് എഴുതിയിട്ടുണ്ടാവുണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-3 സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് പ്രധാന പുത്ര. ദിസ് ഇസ് ദ ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് മലേഷ്യ. പിന്നെ ഇതാണ് പിങ്ക് മോസ്ക്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് പുത്ര മോസ്ക്. ഇതിന്റെ സൈഡിൽ തന്നെയായിട്ടാണ് പുത്രജയ ലേക്ക് ഉള്ളത്. നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നേരെ ലേക്ക് സൈഡിലേക്ക് പോവാട്ടോ. ഇത് ആക്ച്വലി ഒരു മാൻമെയ്ഡ് ലേക്കാണ്. ഇവിടെ ഇപ്പോൾ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിട്ടാണ് നമ്മുടെ പുത്ര മോസ്കും ഉള്ളത് കേട്ടോ. സോ ദിസ് ഇസ് ദ എൻട്രൻസ് ഓഫ് ദ മോസ്ക്. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എൻട്രി ഫീസോ ടിക്കറ്റ്സോ ഒന്നുമില്ല കേട്ടോ, ഫ്രീ എൻട്രി ആണ്. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ആർക്കിടെക്ചർ ഇല്ലേ, ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഒരു ബ്ലെൻഡ് ഓഫ് പേർഷ്യൻ മൊറോക്കൻ അല്ലെങ്കിൽ ഒരു മുഗൾ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്നൊക്കെ പറയില്ലേ, എനിക്ക് ഏകദേശം അതുപോലെ ആട്ടോ തോന്നിയത്. നല്ല വലിയ മോസ്കാണ്. ഇതിൻ്റെ ഉള്ളിൽ അറ്റ് എ ടൈം തന്നെ ഒരു 15,000 വർഷിപ്പേഴ്സിന് വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ മോസ്കിനുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മളൊരു ഗൗൺ പോലത്തെ സംഭവം അവർ തരും, അത് ഇട്ടിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഈ മോസ്കിൻ്റെ ചുറ്റുള്ള ഏരിയ നടന്ന് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തു. നല്ല രസമുണ്ട് കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു ഫുഡ് സ്റ്റാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ തൊട്ടടുത്തൊരു പാർക്കും ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് കുറേ നേരം ഇരുന്നു. ഇറ്റ്സ് സച്ച് എ പീസ്ഫുൾ പ്ലേസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് നോർമലി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ ഭയങ്കര വിഷമമാട്ടോ. എനിവേസ് വി ഹാഡ് ഇനഫ് ടൈം ഇൻ ഹാൻഡ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെ കുറച്ച് ബ്യൂട്ടി കടകളിലൊക്കെ കയറിയിട്ട് കുറച്ച് ബ്യൂട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. നമുക്ക് ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഷോർട്സിൽ കാണുന്ന കുറച്ച് കൊറിയൻ പ്രൊഡക്ട്സ് ഒക്കെ ഇല്ല, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു ഫേസ് മാസ്ക് ആട്ടോ ഇതാ മേടിച്ചത്. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഏട്ടൻ ഓർഡർ ചെയ്തത് ഈ സൂപ്പ് പോലത്തെ സാധനം ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ കറിയും ചോറാണ് ഓർഡർ ചെയ്തത്. ദാറ്റ് വാസ് ലൈക്ക് ഓക്കെ, പക്ഷെ സൂപ്പ് പോലത്തെ സാധനം വാസ് ലൈക്ക് വൻ ശോകം. സോ ഗൈസ്, ദിസ് ഇസ് ദ എൻഡ് ഓഫ് അവർ മലേഷ്യൻ ട്രിപ്പ് സീരീസ്. ഇത് പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് പ്ലേസ് ഇസ് ഓൾവേസ് വെരി സ്പെഷ്യൽ ടു മീ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.